ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും നേതാവുമാണ് തേജസ്വി യാദവും അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ലാലു പ്രസാദ് യാദവും. ഒന്ന് പപ്പു യാദവും മറ്റൊന്ന് കനയ്യകുമാറും. ഇവരുടെ ഈ ഉപദേശങ്ങളാണ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കൊണ്ട് കുഴിയിൽ ചടിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യ സഖ്യത്തിന് ബീഹാറിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മേൽക്കൈ അത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണെന്ന്. അവർക്ക് വ്യക്തിപരമായ വൈരാഗ്യം ലാലു പ്രസാദ് യാദവിനോടുണ്ട്, രണ്ടുപേർക്കും. നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പാണ് എല്ലാവരും മുറ്റുപോകുന്ന ഒരു കാര്യം. രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകുമെന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് തേജസ്വി യാദവ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ രണ്ട് പ്രസ്താവനകളെയും അങ്ങ് കാണുന്നത്? ഇതിനെ രണ്ടിനെയും ഒരേ രീതിയിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ നിലപാട്, രാഷ്ട്രീയ നയം, എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു തേജസ്വി യാദവ് എന്ന് നമ്മൾ വേണം മനസ്സിലാക്കാനായിട്ട്. പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ ആളുകൂടിയാണ് തേജസ്വി യാദവ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം തേജസ്വി യാദവ് സംഘപരിവാർ ശക്തികളിൽ നിന്നും BJPയിൽ നിന്നും ഒക്കെ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും നേതാവുമാണ് തേജസ്വി യാദവും അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ലാലു പ്രസാദ് യാദവും. എന്നും സംഘപരിവാർ ശക്തികൾക്കെതിരെ BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് RJD എന്ന് പറയുന്നത്. അതായത് രഥയാത്ര ആരംഭിക്കുന്ന സമയത്ത്, അയോധ്യ സമയങ്ങളിൽ രഥയാത്ര തടഞ്ഞ ബീഹാർ മുഖ്യമന്ത്രിയാണ് ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്നത്. അത്രയും ധീരത കാണിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ലാലു പ്രസാദ് യാദവ്. ആ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയാണ് RJD എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള തേജസ്വി യാദവാണ് ഇപ്പോൾ പാർട്ടി നയിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി കയ്യും മെയ്യും മറന്ന് കളത്തിലിറങ്ങിയ നേതാവ് തന്നെയാണ് തേജസ്വി യാദവ്. ആ തേജസ്വി യാദവ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരണമെന്ന്. അതായത് മമതാ ബാനർജിയും ശരത് പവാറും എന്തിനേറെ പറയുന്നു, അഖിലേഷ് യാദവ് പോലും എതിർത്തിട്ടും അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇതിനെ ഒന്നും നോക്കാതെ കണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകും അല്ലെങ്കിൽ ആകണം എന്ന് പറയാൻ കാണിച്ച ആ ആർജവത്തെ ഒന്നും കോൺഗ്രസ് ഒരിക്കലും മറന്നുപോകരുത്. ഒരാർജവത്തോടു കൂടി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തേജസ്വി യാദവ് പറഞ്ഞിട്ടുള്ള കാര്യം കോൺഗ്രസ് മറക്കരുത്. ഈ 2025 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് രാഹുൽ ഗാന്ധി തയ്യാറാവണം. രാഹുൽ ഗാന്ധി അങ്ങനെ തയ്യാറാവാത്ത പക്ഷം അത് കോൺഗ്രസിന് ഏൽക്കുന്ന തിരിച്ചടിയാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിട്ട് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് നേതാക്കന്മാരാണ്. ഒന്ന് പപ്പു യാദവും മറ്റൊന്ന് കനയ്യകുമാറും. ഇവരുടെ ഈ ഉപദേശങ്ങളാണ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കൊണ്ട് കുഴിയിൽ ചടിക്കാൻ വേണ്ടി പോകുന്നത്. ഈ രണ്ട് വ്യക്തികളുടെ നിർബന്ധപ്രകാരമാണ് കുറഞ്ഞത് 100 സീറ്റെങ്കിലും തങ്ങൾക്ക് ലഭിക്കണമെന്നുള്ളൊരു പിടിവാശിയിൽ കോൺഗ്രസ് നിൽക്കാനായിട്ടുള്ള കാരണം. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നത് 75 ഇന്നലെ രാത്രിയിലത്തെ. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് 50-55 സീറ്റിലേക്ക് കോൺഗ്രസ് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ധാരണയായിരിക്കുന്നു. രാഹുൽ ഗാന്ധി തന്നെ ബീഹാർ കോൺഗ്രസിന്റെ പ്രശ്നങ്ങളിലേക്ക് നേരിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ജയറാം രമേശ് ആയിരുന്നു അവിടെ ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. എന്താ പറയുക, എന്തൊരു വിരോധാഭാസമാണ് നോക്കിയേ. കാരണം ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് പരിശ്രമിക്കുന്ന RJDയുടെ പാർട്ടി നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്ന് ഇന്നലെ കോൺഗ്രസിനകത്തേക്ക് വന്ന കനയ്യകുമാറും പപ്പു യാദവും കൂടി പറയുമ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ലീഡർഷിപ്പ് ഇരിക്കുന്നത്. കാരണം പപ്പു യാദവ് ആരായിരുന്നു, കനയ്യകുമാർ ആരായിരുന്നു? കനയ്യകുമാർ വലിയ വിപ്ലവമൊക്കെ പ്രസംഗിച്ചു വന്ന ആളാണ്. പക്ഷെ CPIയിൽ നിന്ന് അധികാരത്തിന് വേണ്ടിയിട്ട് പാർട്ടി മാറി കോൺഗ്രസിൽ വന്ന ആളല്ലേ ഈ കനയ്യകുമാർ എന്ന് പറയുന്നത്. പപ്പു യാദവ് എന്ന് പറയുന്നത് 7 പ്രാവശ്യം സ്വതന്ത്രനായിട്ട് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു ഗുണ്ടാ നേതാവാണ്. അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്, കൊലപാതകത്തിന് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ അഡ്വൈസിന് പുറകെ കോൺഗ്രസ് നേതൃത്വം പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇന്ത്യ സഖ്യത്തിന് ബീഹാറിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ബീഹാറിൽ സ്ത്രീകളുടെയൊക്കെ അക്കൗണ്ടിലേക്ക്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലും പറഞ്ഞതാണ്, ഈ നിതീഷ് കുമാർ സർക്കാർ സ്ത്രീകളുടെയൊക്കെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വെച്ചിട്ട് അയച്ചു കൊടുത്തിരിക്കുകയാണ്. എനിക്ക് ഏകദേശം 60 ലക്ഷത്തോളം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കാണ് ഈ 10,000 രൂപ വെച്ചിട്ട് അയച്ചു കൊടുത്തിട്ടുള്ളത്. സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ എത്തിക്കഴിഞ്ഞാൽ ഈ 60 ലക്ഷം വോട്ട് കൃത്യമായി സ്വാധീനിക്കപ്പെടുകയാണ്. ഇത്രയും വോട്ടുകൾ സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബീഹാറിലെ വോട്ടിന്റെ എത്ര പെർസെന്റേജ് എന്ന് കണക്കൂട്ടി നോക്കി. ഇതൊന്നും മനസ്സിലാക്കാതെ പിന്നെ ഇനിയിപ്പോൾ മോദിയുടെ പ്രചരണം വരാൻ പോകുന്നതേ ഉള്ളൂ. പണം ഒഴുക്കിക്കൊണ്ടുള്ള പ്രചരണമാണ് വരാൻ പോകുന്നത്. എല്ലാ ജാതി രാഷ്ട്രീയമാണ് ബീഹാറിൽ നടക്കുന്നത് നമുക്കറിയാം. ഈ ജാതി നേതാക്കന്മാർക്ക്, സാമുദായിക നേതാക്കന്മാർക്ക് ഇനി പണം ചെല്ലാൻ കിടക്കുന്നതേ ഉള്ളൂ. കോടികളാണ് ഒഴുകാൻ വേണ്ടി പോകുന്നത്. അത്രയൊക്കെയുള്ളൊരു സാമ്പത്തിക ഭദ്രതയോ സുരക്ഷയോ ഒന്നും ഇന്ത്യ സഖ്യത്തിനില്ല. ഈ പറയുന്ന ലാലു പ്രസാദ് യാദവിന്റെ RJDക്കോ അതല്ലെങ്കിൽ കോൺഗ്രസിനോ ഒന്നും ഇല്ല. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സംഘപരിവാർ BJP ശക്തികൾക്കെതിരെയുള്ള വലിയ ഒരു യുദ്ധമാണ് ബീഹാറിൽ നടക്കുന്നത് എന്നുള്ള സാമാന്യ ബോധത്തിലേക്ക് വരണം. ഇപ്പുറത്ത് മറുവശത്ത് ബീഹാറിൽ തന്നെ ഒരു സൈഡിൽ ചിരാഗ് പാസ്വാൻ നിൽക്കുന്നു, മറ്റൊരു സൈഡിൽ പ്രശാന്ത് കിഷോർ നിൽക്കുന്നു. ഇവരുടെ രണ്ടുപേരും ചേർന്നുള്ളൊരു സഖ്യം വരുമോ എന്നറിഞ്ഞുകൂടാ. അതല്ല, ചിരാഗ് പാസ്വാൻ വീണ്ടും NDA സഖ്യത്തിന്റെ കൂട്ടത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. ആ സഖ്യം വളരെ ശക്തമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം JDUവിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് നേതാക്കന്മാരൊക്കെ ഇപ്പോൾ
ഇദ്ദേഹത്തിന്റെ കൂടെയാണ്, അവിടെ പ്രശാന്ത് കിഷോറിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ചിരാഗ് പാസ്വാൻ NDAക്ക് പുറത്തുനിന്നാണ് മത്സരിച്ചത്. ആ ചിരാഗ് പാസ്വാൻ വീണ്ടും NDAയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി കരുത്താർജിക്കും. കോൺഗ്രസ് ഏത് ലോകത്താണ് നിന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവാത്തത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിനിടയിൽ തന്നെ കോൺഗ്രസ് പ്രശാന്ത് കിഷോറും ചിരാഗ് പാസ്വാനുമായിട്ട് സഖ്യം ഉണ്ടാക്കാനും കൂടി പോയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തൊരു രാഷ്ട്രീയ വിഡ്ഢിത്തരമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കണേ. വെറും ലോക്കൽ പൊളിറ്റിക്സ് അല്ലേ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചിരാഗ് പാസ്വാന്റെ LJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബീഹാറിൽ മാത്രമുള്ളതാണ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, തേജസ്വി യാദവ് ഒരു കാര്യം തീരുമാനിക്കുകയാണ്. RJD തേജസ്വി യാദവും ചിരാഗ് പാസ്വാനും കൂടി ഒരു സഖ്യമുണ്ടാക്കി അവിടെ മത്സരിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? ചുറുചുറുക്കുള്ള രണ്ട് ചെറുപ്പക്കാരാണ്. എല്ലാ ജാതിയെയും മതങ്ങളെയും സമുദായങ്ങളെയും ഒക്കെ സ്വാധീനിക്കാൻ ശേഷിയുള്ള രണ്ട് ചെറുപ്പക്കാരാണ്. അവരുടെ നേതൃത്വത്തിൽ ഒരു സഖ്യം വന്നു കഴിഞ്ഞാൽ ഇത് ആരും ചിന്തിക്കാത്ത സഖ്യമായിരിക്കാം. ആ കൂട്ടത്തിൽ പ്രശാന്ത് കിഷോറും കൂടി ഒന്ന് കൂടി വരിക. പ്രശാന്ത് കിഷോർ അതിശക്തമായിട്ടൊന്നും RJD എതിർക്കുന്നില്ല. RJDയുടെ ഗുണ്ടാരാജ് തിരിച്ചു വരരുന്ന ഇടയ്ക്ക് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ടും എതിർക്കുന്നത് നിതീഷ് കുമാറിനെതിരെയാണ്, അല്ലെങ്കിൽ BJPക്കെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സഖ്യത്തിനും സാധ്യതകളോടെ ഉണ്ടല്ലോ. കാര്യം ഇനി 10-26 ദിവസം മാത്രമാണ് ഇലക്ഷന് അവശേഷിക്കുന്നത്. അപ്പോഴും സഖ്യത്തിന്റെ സാധ്യതകൾ അവിടെ കിടക്കുകയാണ്. കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിനെ സംബന്ധിച്ച് വോട്ടധികാര യാത്രയിലൂടെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മേൽക്കൈ അത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണെന്നേ. അതിന് പ്രാദേശിക നേതാക്കന്മാരുടെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾക്ക് കാതുകൊടുക്കാതെ ശക്തമായ തീരുമാനങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ്. ഈ കനകലൂനെ പോലെയൊക്കെയുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ഒക്കെ ഇവരുടെ കൈവശമില്ലേ, കോൺഗ്രസിന്റെ കൈവശമില്ലേ? അവരെ കൊണ്ടൊക്കെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചറിയണ്ടേ? മറിച്ച് കനയ്യകുമാറിനും ഈ പറഞ്ഞ പപ്പു യാദവിനും അടിമപ്പെട്ടുകൊണ്ട് അവരുടെ അവർക്ക് വ്യക്തിപരമായ വൈരാഗ്യം ലാലു പ്രസാദ് യാദവിനോടുണ്ട്, രണ്ടുപേർക്കും. അത് സീറ്റ് നിഷേധിക്കപ്പെട്ടതിന്റെ പേരിലുള്ളതാണ്. ആ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ RJDയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ഒരുപക്ഷെ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം തന്നെ ഇന്ത്യയിൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. RJD ഈ ഇന്ത്യ സഖ്യം വിട്ടുപോയി കഴിഞ്ഞാൽ. ഓൾറെഡി മമതാ ബാനർജിയുടെ കാര്യം നമുക്കറിയാം. മമതാ ബാനർജി ഇന്ത്യ സഖ്യവുമായിട്ട് എതിർപ്പിലാണുള്ളത്. ഈ DMK ഒക്കെ ഏത് സമയവും അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ചാടാൻ സാധ്യതയുള്ള കക്ഷികളാണ്. ഇതിനു മുമ്പും DMK BJPയുടെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്. അത് മമതാ ബാനർജി ഉണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ BJPക്കും സംഘപരിവാർ ശക്തികൾക്കുമെതിരെ അതിശക്തമായിട്ട് വാദിക്കുന്ന അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കുന്ന മതേതര രാഷ്ട്രീയ പാർട്ടിയാണ് RJD എന്ന് പറയുന്നത്. ആ RJDയെ ഒരു തരത്തിലും കോൺഗ്രസ് പിണക്കാൻ പാടില്ല. RJD തരുന്ന സീറ്റ് എത്രയാണോ, 50 സീറ്റ് ആണെങ്കിൽ 50 സീറ്റ്, 55 സീറ്റ് ആണെങ്കിൽ 55 സീറ്റ്, ആ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുകയും അവരെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മറിച്ച് തങ്ങളൊരു വലിയ സംഭവമായിട്ട് മാറി ഏറ്റവും വലിയ കക്ഷിയാണ്, ഇന്ത്യയിലെ മുത്തശ്ശി പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് RJD അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിന്റെ അസ്തിത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. ഇന്ത്യ മുന്നണിക്ക് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ദേശീയ തലത്തിൽ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരമാണ് ബീഹാറിൽ നിന്ന് ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. അതിനുള്ള സർവ്വ സാഹചര്യങ്ങളും അവിടെ നിലവിലുണ്ട്. അതിനെ മുതലെടുക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിനാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്നും ഏകദേശം ഇന്നും നാളെയും ഒക്കെ ആയിട്ട് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി പ്രചരണത്തിലേക്ക് കടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.